കായംകുളം നഗരസഭയുടെ മുൻവശം സ്ഥാപിച്ചിട്ടുള്ള കഴിഞ്ഞ 34 വർഷത്തെ പഴക്കമുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമ മാറ്റുന്നതിനെതിരെ UDF നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി കായംകുളം മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്ത കേസിനെ തുടർന്ന് കോടതി നിയോഗിച്ച കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. മഹാത്മാഗാന്ധിയുടെ പ്രതിമ മാറ്റാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന 34 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമ നീക്കം ചെയ്യുന്നതിനെതിരെ UDF നടത്തിവരുന്ന നിയമപരവും രാഷ്ട്രീയപരവുമായ സമരത്തിന്റെ ഭാഗമായി കായംകുളം മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്ത കേസിനെ തുടർന്ന് കോടതി നിയോഗിച്ച കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. 100 വർഷം പിന്നിടുന്ന നഗരസഭയ്ക്ക് മുന്നിൽ യാതൊരു വികസന പ്രവർത്തനവും നടത്താതെ ഭരണം അവസാനിക്കുന്ന 5 മാസത്തിനുള്ളിൽ ശതാബ്ദി സ്മാരക കവാടം നിർമ്മിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷയും നഗരസഭാ കൗൺസിലർമാരുമായ K പുഷ്പദാസും AP ഷാജഹാനും ആരോപിച്ചു. കായംകുളം നഗരസഭയ്ക്ക് 2 ഗേറ്റുണ്ട്. സർക്കാർ തീരുമാനപ്രകാരം ഒരു സർക്കാർ ഓഫീസിന് 2 ഗേറ്റാണ് ആവശ്യം. ഇവിടെ ആ 2 ഗേറ്റുകളുമുണ്ട്. ആ ഗേറ്റുകൾ റിനോവേറ്റ് ചെയ്ത് പുതിയ മോഡലിലാക്കിയിട്ട് 6 വർഷക്കാലമേ ആയിട്ടുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഏതാണ്ട് 15 ലക്ഷം രൂപ നഗരസഭയുടെ വികസന ഫണ്ടിൽ നിന്നും മാറ്റി മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇവിടെ നിന്ന് കിഴക്കോ അറ്റത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ 2 ഗേറ്റുള്ളതിൽ ഒരു ഗേറ്റ് ഇവിടെ ആരോടും ചോദിക്കാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ഗേറ്റ് കൂടി ഇവിടെ നിർമ്മിച്ച് ചെയർപേഴ്സൻ്റെ ഏതോ ഒരു മനസ്സിലിരിപ്പ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നിയമപരമല്ലാതെ നടത്തുന്ന ഈ നടപടിയെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനാണ് ഈ പട്ടണത്തിലെ ജനങ്ങളോടൊപ്പം UDFും തീരുമാനിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ ശക്തമായ നിയമ നടപടികളും ശക്തമായ സമരപരിപാടികളും നഗരസഭയിൽ വരാൻ പോകുന്ന 2 ദിവസങ്ങൾക്കകം അരങ്ങേറാൻ പോവുകയാണ്. ചെയർപേഴ്സൺ ആരോട് ചോദിച്ചിട്ടാണ് ഈ വർക്ക് ടെൻഡർ ചെയ്തതെന്ന് പോലും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇതൊന്നും ഫൈനാൻസ് കമ്മിറ്റിയുടെ കൺകറൻസിൽ വന്നിട്ടില്ല. ഇതെല്ലാം DPCയിൽ രഹസ്യമായി കൊണ്ടുപോയി അനുവാദം വാങ്ങിച്ച് കൊണ്ടുവന്ന് ടെൻഡർ ചെയ്ത് കരാറുകാർക്ക് കൊടുത്ത് എഗ്രിമെൻ്റ് വെക്കുമ്പോൾ മാത്രമാണ് ഇത് പുറത്തു വരുന്നത്. ഈ വിഷയങ്ങൾ പുറത്തു വരണമെങ്കിൽ കൗൺസിൽ ചർച്ച ചെയ്യപ്പെടണം. ഇത് ഇന്ന് വരെ കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടിയത്. ശതാബ്ദി സ്മാരക ഗേറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭാ കൗൺസിലിൽ ഇതിനെക്കുറിച്ച് ഇതെവിടെ സ്ഥാപിക്കുമെന്ന് പോലും പറയാതെയാണ് ഈ കായംകുളത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ കിഴക്കപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ട് ഇവിടെ ഇത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. 100 വർഷം പിന്നിടുന്ന ചോർന്നൊലിക്കുന്ന നഗരസഭയുടെ മുന്നിൽ പോകുന്നതിന് മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മഹാത്മാവിൻ്റെ പ്രതിമ മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു ഗേറ്റ് സ്ഥാപിക്കുവാൻ പോകുന്നത്. ഈ നഗരസഭയ്ക്ക് നിലവിൽ 2 ഗേറ്റുകളുണ്ട്. ആ 2 ഗേറ്റുകളും ഒരു ഗേറ്റ് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയൊരു ഗേറ്റ് ഈ സെൻട്രൽ നിർമ്മിച്ചാൽ ഒരു കാരണവശാലും ഒരു വണ്ടി പോലും ഇതിലേക്ക് കടന്നു വരത്തില്ല എന്നുള്ള ബോധ്യമുണ്ടായിട്ട് പോലും അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ദിവസത്തിനകം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൻപിച്ച ജനകീയ പ്രക്ഷോഭം ഈ നഗരസഭയ്ക്ക് മുന്നിലുണ്ടാകും. അതുപോലെ ശതാബ്ദി സ്മാരക കവാടം നിർമ്മിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി അഴിമതിക്കാരുടെ പേരുകൾ ഗേറ്റിന് മുന്നിൽ എഴുതി വെക്കാനുള്ള ശ്രമമാണ് നഗരസഭാ ഭരണ നേതൃത്വം നടത്തുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കില്ല. ചോർന്നൊലിക്കുന്ന നഗരസഭാ കെട്ടിടത്തിന്റെ മുന്നിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഗേറ്റ് പണിയണം എന്നുള്ള അതിമോഹം ആരുടേതാണെന്ന് LDF ഭരണ നേതൃത്വം വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ പ്രതിമ മാറ്റാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്ന് CS ഭാഷയും K പുഷ്പദാസും AP ഷാജഹാനും അറിയിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.